വീഡിയോ വ്യക്തമായി വാച്ച് ചെയ്യാൻ ഫുൾ സ്ക്രീൻ ഉപയോഗിക്കുക. പബ്ലിക് സർവീസ് വാഹനത്തിൽ കൊണ്ടുപോകാവുന്ന അപകടകരമായ വസ്തുക്കൾ ഏതൊക്കെയാണ്? സ്ഫോടക വസ്തുക്കൾ, വാഹനങ്ങളുടെ ഇന്ധനവും ലൂബ്രിക്കൻറ്റും, ചെറിയ ആയുധങ്ങളുടെ സുരക്ഷിതമായി പാക്ക് ചെയ്ത കാർട്രിഡ്ജ്, ഗ്യാസ് സിലിണ്ടർ. ഉത്തരം വാഹനങ്ങളുടെ ഇന്ധനവും ലൂബ്രിക്കൻറ്റും. എല്ലാ വാഹനത്തിലും നിയമപരമായി ഉണ്ടായിരിക്കേണ്ടത്: പ്രഥമ ശുശ്രൂഷ കിറ്റ്, സ്പെയർ വീല്, ഓഡിയോ സിസ്റ്റം, സീറ്റ് ബെൽറ്റ്. ഉത്തരം പ്രഥമ ശുശ്രൂഷ കിറ്റ്. രണ്ടുവരി പാതയുടെ അടിസ്ഥാന നിയമം: ഓവർടേക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇടത് ലൈനിൽ തന്നെ തുടരുക, ഏറ്റവും കുറഞ്ഞ ട്രാഫിക് ഉള്ള പാത നിലനിർത്തുക, ഉയർന്ന വേഗതയിൽ എല്ലായ്പ്പോഴും വലതു പാതയിൽ തുടരുക, മധ്യ ലൈനിലൂടെ ഡ്രൈവ് ചെയ്യുക. ഉത്തരം ഓവർടേക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇടത് ലൈനിൽ തന്നെ തുടരുക. പകൽ സമയത്ത് നിങ്ങൾ എപ്പോഴാണ് ഹെഡ്ലൈറ്റ് ഉപയോഗിക്കേണ്ടത്? കാഴ്ച കുറയുന്ന സാഹചര്യങ്ങളിൽ, നാട്ടുവഴികളിൽ, ഇടുങ്ങിയ തെരുവുകളിലൂടെ, അടിയന്തര സാഹചര്യങ്ങളിൽ. ഉത്തരം കാഴ്ച കുറയുന്ന സാഹചര്യങ്ങളിൽ. നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ഹെഡ്ലൈറ്റ് ലാമ്പുകൾ ഫ്ലാഷ് ചെയ്ത് ഒരു വാഹനം പുറകെ വേഗത്തിൽ വരുന്നു, എന്ത് ചെയ്യണം? നിങ്ങളുടെ പിന്നിൽ ഗ്യാപ്പ് നിലനിർത്താൻ വേഗത്തിലാക്കുക, നിങ്ങളുടെ ബ്രേക്ക് ലൈറ്റുകൾ കാണിക്കാൻ ബ്രേക്കുകളിൽ സ്പർശിക്കുക, സുരക്ഷിതമാണെങ്കിൽ വാഹനത്തെ മറികടക്കാൻ അനുവദിക്കുക, നിങ്ങളുടെ വാഹനം നിർത്തുക. ഉത്തരം സുരക്ഷിതമാണെങ്കിൽ വാഹനത്തെ മറികടക്കാൻ അനുവദിക്കുക. ഏത് വാഹനങ്ങളാണ് പകൽ സമയത്ത് ഹെഡ്ലൈറ്റുകൾ ഓണാക്കി ഓടിക്കേണ്ടത്? മോട്ടോർ കാർ, നിർമ്മാണ പ്രവർത്തന വാഹനങ്ങൾ, അപകടകരമായ വാഹനങ്ങൾ, മോട്ടോർ സൈക്കിളുകൾ. ഉത്തരം മോട്ടോർ സൈക്കിളുകൾ. നിങ്ങളുടെ ലൈറ്റുകൾ ഡിപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എവിടെ? എതിരെ വരുന്ന വാഹനത്തിൻ്റെ അടുത്ത്, മൂടൽമഞ്ഞ് ഉള്ളപ്പോൾ, ഫോഗ് ലാമ്പ് സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ, മറ്റൊരു വാഹനത്തിന് തൊട്ട് പിന്നിൽ ഓടിക്കുമ്പോൾ. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഉത്തരം മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. ഒരു സീബ്ര ക്രോസിംഗിൽ കടക്കാൻ കാത്തിരിക്കുന്ന കാൽനട യാത്രക്കാർക്കായി നിങ്ങൾ നിർത്തുന്നു. അവർ കടക്കാൻ തുടങ്ങുന്നില്ല. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ഹോൺ മുഴക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക, നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങണം, അവർ കടന്നു പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുക. ഉത്തരം ക്ഷമയോടെ കാത്തിരിക്കുക. ഇരുചക്ര വാഹനം ഓടിക്കുമ്പോൾ ഹെൽമറ്റ് ധരിക്കണം, കാരണം ഡാഷ്. അത് നിങ്ങളുടെ വ്യക്തിഗത സുരക്ഷയ്ക്കാണ്. ഉയർന്ന വേഗതയിൽ പോകുന്നതിന്, റോഡിലെ ഏകീകൃതയ്ക്ക് അത് ആവശ്യമാണ്. എല്ലാ റോഡ് ഉപയോക്താക്കൾക്കും ഇത് സുരക്ഷിതമാണ്. ഉത്തരം അത് നിങ്ങളുടെ വ്യക്തിഗത സുരക്ഷയ്ക്കാണ്. വാഹനം ഇറക്കത്തിൽ ആണെങ്കിൽ വേഗത നിയന്ത്രിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ലോ ഗിയർ ഉപയോഗിക്കുക, എൻജിൻ നിർത്തുക, ന്യൂട്രൽ ഗിയർ തിരഞ്ഞെടുക്കുക, ക്ലച്ച് ഉപയോഗിക്കുക. ഉത്തരം ലോ ഗിയർ ഉപയോഗിക്കുക. സിഗ്സാഗ് ഡ്രൈവിംഗ് ഡാഷ് ആണ്. ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രം അപകടകരമാണ്. എല്ലായ്പ്പോഴും എല്ലാവർക്കും അപകടകരമാണ്. നാലുചക്ര വാഹനങ്ങൾക്ക് അപകടകരമാണ്. റോഡ് വഴുക്കുമ്പോൾ സിഗ്സാഗ് ഡ്രൈവിംഗ് സുരക്ഷിതമാണ്.
ഉത്തരം എല്ലായ്പ്പോഴും എല്ലാവർക്കും അപകടകരമാണ്. മോട്ടോർ വെഹിക്കിൾസ് ആക്ട് 1988 സെക്ഷൻ 129 അനുസരിച്ച് ഒരു മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന വ്യക്തി ഡാഷ് ജെർക്കിൻ ധരിക്കണം, ഹെൽമറ്റ് ധരിക്കണം, ഷൂസ് ധരിക്കണം, കയ്യുറകൾ ധരിക്കണം. ഉത്തരം ഹെൽമറ്റ് ധരിക്കണം. 1988 മോട്ടോർ വെഹിക്കിൾസ് ആക്ട് സെക്ഷൻ 113 പ്രകാരം ഡ്രൈവർ വാഹനം ഓടിക്കാൻ പാടില്ല ഡാഷ് മദ്യം കഴിച്ച ശേഷം വാഹനം ഓടിക്കാൻ പാടില്ല, വേഗതാ പരിധി കവിയാൻ പാടില്ല, വാഹനത്തിൻ്റെ മൊത്തം ഭാരം കവിയാൻ പാടില്ല, മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ഉത്തരം വാഹനത്തിൻ്റെ മൊത്തം ഭാരം കവിയാൻ പാടില്ല. മോട്ടോർ വെഹിക്കിൾസ് ആക്ട് 1988 സെക്ഷൻ 112 പ്രകാരം ഡാഷ് വേഗതാ പരിധി കവിയാൻ പാടില്ല, മദ്യം കഴിച്ച ശേഷം വാഹനം ഓടിക്കാൻ പാടില്ല, നികുതി അടക്കാതെ റോഡിൽ വാഹനം ഉപയോഗിക്കരുത്, വാഹനത്തിൻ്റെ മൊത്ത ഭാരം കവിയാൻ പാടില്ല. ഉത്തരം വേഗതാ പരിധി കവിയാൻ പാടില്ല. ഒരു ചരക്ക് വണ്ടിയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന പരമാവധി അനുവദനീയമായ ഭാരം എത്ര? പരിധിയില്ല. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പെർമിറ്റ് പ്രകാരം അനുവദിച്ചിരിക്കുന്നത്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് പ്രകാരം അനുവദിച്ചിരിക്കുന്നത്, പരിധിയില്ല. ഉത്തരം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പെർമിറ്റ് പ്രകാരം അനുവദിച്ചിരിക്കുന്നത്. കെട്ടിവലിക്കുന്ന വാഹനങ്ങൾക്കിടയിൽ അനുവദനീയമായ പരമാവധി അകലം എത്ര? 7 മീറ്റർ, 5 മീറ്റർ, 10 മീറ്റർ, 3 മീറ്റർ. ഉത്തരം 5 മീറ്റർ. പിന്നിലേക്ക് 1 മീറ്റർ വരെ ലോഡ് പ്രൊജക്ഷൻ അനുവദനീയമായ വാഹനം ഏത്? ട്രാക്ടറിൽ, സ്റ്റേഷൻ വാഗണിൽ, ചരക്ക് വണ്ടികളിൽ അനുവദനീയമല്ല. ഉത്തരം അനുവദനീയമല്ല. സ്റ്റോപ്പ് ലൈൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വെള്ളയോ മഞ്ഞയോ നിറത്തിൽ റോഡിൻ്റെ അരികിലൂടെ വരച്ച വര, റോഡ് ജംഗ്ഷൻ്റെയോ കാൽനട ക്രോസിങ്ങിൻ്റെയോ മുമ്പായി കാരിയേജ് വേക്ക് കുറുകെയുള്ള വെള്ള ലൈൻ, റോഡിൻ്റെ നടുവിലൂടെയുള്ള ഇടവിട്ട വെള്ളവര, മഞ്ഞ നിറത്തിൽ റോഡിൻ്റെ നടുവിലൂടെ വരച്ച വര. ഉത്തരം റോഡ് ജംഗ്ഷൻ്റെയോ കാൽനട ക്രോസിങ്ങിൻ്റെയോ മുമ്പായി കാരിയേജ് വേക്ക് കുറുകെയുള്ള വെള്ള ലൈൻ. എപ്പോൾ ആണ് ഓവർടേക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നത്? വെള്ളയോ മഞ്ഞയോ നിറത്തിൽ തുടർച്ചയായ മധ്യരേഖ കൊണ്ട് റോഡ് അടയാളപ്പെടുത്തിയിരിക്കുമ്പോൾ, ഇടുങ്ങിയ കലുങ്കിൽ, ജംഗ്ഷനുകളിലും കവലകളിലും കാൽനട ക്രോസിങ്ങിലും. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഉത്തരം മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോകാവുന്നവരുടെ എണ്ണം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഡാഷിൽ ആണ്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, നികുതി റെസീറ്റ്, പെർമിറ്റ്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്. ഉത്തരം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ. എല്ലാവരും നിങ്ങൾക്ക് കിട്ടിയ സ്കോർ താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ എത്തിച്ചു കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.